ശക്തമായ കാറ്റും മഴയും വളരെ ഏറെ അഫക്റ്റ് ചെയ്യപ്പെട്ട വൈദ്യുതി മേഖലയാണ്. മുൻകാലങ്ങളിൽ പോലും 2018-19 കാലഘട്ടത്തിലെ പ്രളയഘട്ടത്തിൽ പോലും ഇത്രയേറെ കാറ്റ് ശക്തമായി മരങ്ങൾ വീണ് ലൈൻ തകർന്ന നമ്പറിലെടുത്ത് പരിശോധിച്ച് വളരെ കുറവാണ്. അന്ന് വെള്ളം മാറിക്കഴിഞ്ഞാൽ കണക്ഷൻ കൊടുക്കാവുന്നൊരു സ്ഥിതിയുണ്ടായിരുന്നു. ഇപ്രാവശ്യം കാണുന്നത് എല്ലാ മേഖലയിലും ഉണ്ടായ ശക്തമായ കാറ്റ് വേറെ അപകടങ്ങൾ വിധിച്ചതും ഇപ്രാവശ്യം മരം വീണുണ്ടായ അപകടങ്ങളാണ്. ആൾക്കാർക്ക് പറ്റിയ അപകടങ്ങൾ, വൈദ്യുതി തകരാറ് പരിഹരിക്കാൻ പോയ വാഹനത്തിന്മേൽ മരം വീണുണ്ടായ അപകടം ഉൾപ്പെടെയുള്ളവർക്ക് പരിശോധിക്കുമ്പോൾ ആ നിലയിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ജില്ലയിൽ പൊതുവിലുള്ള വിഷയങ്ങളും കൂടെ ചർച്ച ചെയ്യപ്പെട്ടു. ഡെപ്യൂട്ടി സിയും ഉണ്ടായിരുന്നു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഈ ഡിവിഷൻ്റെ കീഴിലുള്ള സബ് സ്റ്റേഷനുകളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇതിൻ്റെ ഭാഗമായി വിവിധ സെക്ഷനിൽ നിന്നായി ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തു. കട്ടപ്പന ഡിവിഷൻ്റെ കീഴിലെ 11 സെക്ഷനിൽ നിലവിലുള്ള കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് തന്നെ 1,57,628 കൺസ്യൂമേഴ്സാണ്. ഏതാണ്ട് 1067 ട്രാൻസ്ഫോമറുകളാണ്. നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് റിപ്പീറ്റഡായിട്ട് ട്രാൻസ്ഫോമറിലേക്ക് വരുന്ന കണക്ഷൻ, HT കണക്ഷൻ തകരാറിലായി റിപ്പീറ്റഡായിട്ട് 1157 ഇഷ്യൂസ് രൂപപ്പെട്ടു വന്നു. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. അതുപോലെ തന്നെ LT 2,13,000 കണക്ഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ഒന്ന് വെട്ടി മാറ്റി കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവിടെ തന്നെ മരം വീഴുന്നു, ആ ലൈൻ വീണ്ടും തകരാറാകുന്നു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഇത്രത്തോളം കേസ് ഉയർന്നു വന്നെങ്കിലും അത് കഴിയുന്നത്ര സ്പീഡിൽ പരിഹരിക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഇത് പരിശോധിക്കുമ്പോൾ കാണുന്നത് ഇതിൻ്റെ ഭാഗമായി ഇനി ട്രാൻസ്ഫോമറുകൾ ഏതാണ്ട് 40 ട്രാൻസ്ഫോമറുകളിലേക്ക് വരുന്ന ലൈനുകളെ മാത്രമാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും 40 ട്രാൻസ്ഫോമർ ഔട്ടായി എന്നുള്ളതല്ല, ഭാഗികമായിട്ടൊക്കെ ആകാം, എങ്കിലും കഴിയുന്നത്ര പ്രശ്നങ്ങൾ അതിൽ പരിഹരിക്കപ്പെടാൻ കഴിയും. ഏതാണ്ട് 10,000 താഴെ കണക്ഷൻസ് മാത്രമാണ് ഇനി നിലയിൽ പരിഹരിച്ച് വരാനായിട്ടുള്ളത്. അത് 2,13,000 നിന്നാണ് ഈ തലത്തിലേക്ക് എത്തിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് എടുത്ത കണക്കാണ്. ഇന്ന് കുറേ കൂടി പരിഹരിച്ചിട്ടുണ്ട്. റെഡ് അലേർട്ട് ആയിരുന്നെങ്കിലും ഇന്ന് കുറച്ച് മഴ ശാന്തമായിരുന്നതിനാൽ കുറേ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തിയത്. അപ്പോൾ അങ്ങനെ നിലയിൽ എടുത്ത് നോക്കുമ്പോൾ ഇനി കുറച്ച് പോസ്റ്റുകൾ ചെരിഞ്ഞ് നയിക്കുന്ന കുറച്ച് പോസ്റ്റുകൾ അത് HPയിലും LTയിലുമായിട്ട് കുറേയുണ്ട്. അതെല്ലാം നോർമൽ വർക്കുകളായി പുരോഗമിച്ചു വരുന്നുണ്ട്. എന്നാൽ കുറേ പോസ്റ്റുകൾ HPയിലേക്ക് വരുന്ന 9 മീറ്ററിൻ്റെ കുറേ പോസ്റ്റുകളുടെ ഷോർട്ടേജ് ഉള്ളതായിട്ട് കണ്ടു. അതുകൊണ്ട് 200ഓളം പോസ്റ്റുകൾ വേണ്ടി വരുമെന്നാണ്. അതിന് അനുമതി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളും കൂടി ഇമ്മീഡിയറ്റായിട്ട് എടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ച് തുടർന്ന് വരികയാണ്. എന്നാൽ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കാണുന്നത് ഈ വരുന്ന ഘട്ടത്തിൽ കൂടുതൽ ആൾക്കാരെ റീഡിപ്ലോയ് ചെയ്യാൻ കഴിയാതെ വരും. നമ്മുടെ ജില്ലയുടെ എല്ലാ ഭാഗത്തും ഈ കാറ്റിൻ്റെ നാശവും വൈദ്യുതി തകരാറും ഒരേപോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മറ്റൊരു സെക്ഷൻ ആളെയും എടുക്കാൻ പോലും ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. മാത്രമല്ല പരിചയസമ്പന്നരായ ആൾക്കാർ വേണം ഈ മേഖലയിൽ ജോലി ചെയ്യാൻ. ആ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും വ്യക്തിഗത സഹായം നൽകുന്നതിനുമായി ഫയർഫോഴ്സിൻ്റെ സഹായം പൂർണ്ണമായിട്ടും അതോടൊപ്പം തന്നെ PWDയുടെ സഹായവും അവിടെ റണ്ണിംഗ് കോൺട്രാക്ടേഴ്സിൻ്റെ സഹായവും എല്ലാം ലഭ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ജില്ലാ അഡ്മിനിസ്ട്രേഷനോട് ആവശ്യപ്പെടും, ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടും. അതോടൊപ്പം ഇവിടെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കൂടുതലായി നമുക്ക് എടുക്കാവുന്നത് വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് റീഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ജനറേഷൻ ട്രാൻസ്മിഷനിലുള്ള ജീവനക്കാരെ അങ്ങനെ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിലായി പോസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ ഡെപ്യൂട്ടി സിയും പിയും എല്ലാം തന്നെ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. റിട്ടയർ ഹാൻഡ്സായി പോയ ആൾക്കാർ, അവർ പരിചയസമ്പന്നരായ ആൾക്കാരാണ്. അവരെ തിരിച്ചു വരാൻ അവർക്ക് എത്തിച്ച് അവരെ ഇതിൽ പ്രവേശിപ്പിച്ച് ജോലി ചെയ്യിക്കുന്നതിനും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങൾ കൊണ്ട് അത് കുറേ കൂടി സജ്ജീകരിക്കാനും അത് കൂടുതൽ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ വരുംകാലത്ത് സംഭവിക്കാവുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഒരു പരിരക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയും സ്വീകരിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്.